അതല്ല ചങ്ങായിമാരെ, അയ്യറിൻ ദുബായ് എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷമാണ് പല റിവ്യൂവും കണ്ടത്. റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ വിഷമമുണ്ടായി. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇന്ന് നമ്മുടെ നാട്ടിൽ പല അന്യഭാഷ സിനിമകളും വന്നിട്ട് കോടികൾ വാരി പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ പല ചെറുകിട സിനിമകളും പൊളിഞ്ഞു പോകുന്നുണ്ട്. അല്ലെങ്കിൽ അധികം വിജയങ്ങൾ കരസ്ഥമാക്കാതെ അധികം കളക്ഷനൊന്നും ഇല്ലാതെ ആരും തന്നെ അറിയാതെ ഒക്കെ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഈ റിവ്യൂ പറയുന്നവരാണ്. ഒരു സിനിമ പോയിരുന്ന് കാണുമ്പോൾ ആസ്വദിക്കുക, അല്ലെങ്കിൽ അത് ഓക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ് എന്ന രീതിയിൽ കാണാതെ അതിലെ ഗുണദോഷങ്ങൾ കാണാനും റിവ്യൂ പറയാനും റിവ്യൂ പറഞ്ഞ് കാശുണ്ടാക്കാനും മാത്രമുള്ള ഒരു മെന്റാലിറ്റിയിൽ ആ പടം പോയി കണ്ടു കഴിഞ്ഞാൽ ആ പടങ്ങൾ ആസ്വദിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ഇപ്പോൾ ഈ പടത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല ആൾക്കാരെയും പല മുഖങ്ങളും നമുക്ക് ആ സിനിമയിൽ നിന്ന് കാണാൻ പറ്റും. നമ്മൾ കണ്ടിരുന്ന കുറെ തമാശകളുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറെ ആൾക്കാരുടെ കാര്യങ്ങളുണ്ട്, സംഖ്യ മുതൽ സുഡാപ്പി വരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നതിനെ കുറിച്ചുണ്ട്. കുറെ തെറ്റായ ജാതീയതയുണ്ട്, കുറെ തെറ്റായ രാഷ്ട്രീയതയുണ്ട്. ഇതെല്ലാം കൂടി കലർന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾക്ക് മിക്സ് ചെയ്ത് തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. എന്നാൽ ഇത് പലരും കാണുന്നത് അവരുടെ വീക്ഷണകോണയിൽ നിന്നിട്ടും അതേപോലെ തന്നെ ഈ സിനിമ എന്നതിനെ റിവ്യൂ പറയാനുള്ള ലെവലിലും പടം കാണുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രത്തോളം നെഗറ്റീവ് റിവ്യൂസ് ഈ റിവ്യൂ പറയുന്നവർ പറഞ്ഞത്. അതിനെ നിങ്ങൾ ഒരു നല്ല കൂളായിട്ട് നല്ല മൈൻഡിൽ കുറച്ച് സമയം നിങ്ങൾ എന്റർടൈൻമെന്റ് ആക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി പടം പോയി കാണാം, എന്റർടൈൻമെന്റ് ആയിരിക്കും. അതല്ലാതെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് പടം പോയി കാണാതിരിക്കുക. ഇത്രമാത്രം പറയുന്നുള്ളൂ. ബൈ.